ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗുലാബ് ജാമുൻ ആണ്. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മിൽക്ക് പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്, 2 കപ്പ് ഷുഗർ, അതിൻ്റെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ, 1 ടേബിൾ സ്പൂൺ റവ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഈ റവ ഫൈൻ വെറൈറ്റിയുടെ വേണം. ഏലക്ക ഒരു 5 എണ്ണം ചതച്ചത്, നാരങ്ങ നീര് 2 ടീസ്പൂൺ, അതിൽ 1 ടീസ്പൂൺ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോഴും 1 ടീസ്പൂൺ നമ്മൾ ഡോ ഉണ്ടാക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഗീ. ഇനി നമുക്ക് വാം മിൽക്ക് വേണം. ഇതിൻ്റെ എമൗണ്ട് നമ്മൾ ഡോ തയ്യാറാക്കുമ്പോൾ പറയാം. ഇനി ഓയിൽ വേണം ഫ്രൈ ചെയ്യാൻ. ആദ്യം തന്നെ നമുക്ക് ഡോ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോർ, റവ, ബേക്കിംഗ് സോഡ ഇതിടാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പതുക്കെ പതുക്കെ മിൽക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഡോ തയ്യാറാക്കാം. നമ്മൾ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് വേണം തയ്യാറാക്കാൻ. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഡോ ഡ്രൈ ആവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് പാല് ചേർത്ത് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പാലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഈ ഷുഗർ ഡിസോൾവ് ആകുന്നിടം വരെ ഹൈ ഹീറ്റിൽ ഇട്ട് കൊടുക്കാം. അതിന് ഇത് ഡിസോൾവ് ആയി കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഷുഗർ നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 8 to 10 മിനിറ്റ് സ്റ്റൗവിൽ വെക്കണം. ഇപ്പോൾ ഇതൊരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഷുഗർ സിറപ്പ് ഭയങ്കരമായിട്ട് തിക്കാകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചതച്ച് ഇട്ട് കൊടുക്കാം. നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിക്കുന്നത് ഷുഗർ സിറപ്പ് ക്രിസ്റ്റലൈസ് ആകാതിരിക്കാനാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഡോ തയ്യാറാക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഡോ ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ പാല് ചേർത്ത് ഒന്നും കൂടെ കുഴച്ചിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കാം. ഇപ്പം ഇതിവിടെ പാകത്തിനാണ്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ വരട്ടിയിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഒരു 13 എണ്ണം ഉണ്ട്. ഇത് ഉരുട്ടുമ്പോൾ ഒത്തിരി വലിപ്പത്തിൽ ഉരുട്ടുണ്ട്, കാരണം ഷുഗർ സിറപ്പിൽ കിടക്കുമ്പോൾ ഇതൊന്നും കൂടെ വലുതാകാനുള്ളതാണ്. എണ്ണ പതുക്കെ ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം.
ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഗുലാബ് ജാമുൻ ഇടുമ്പോൾ എണ്ണ പതുക്കെ ചൂടാകുമ്പോൾ തന്നെ ഇടണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല. ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി മാറ്റി വെക്കാം. ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ചൂടായിരിക്കണം നമ്മൾ ഇടുമ്പോൾ. ഇനി ഈ ഗുലാബ് ജാമുൻ ഒരു 1.5 മണിക്കൂർ ഷുഗർ സിറപ്പിൽ കിടക്കണം. ആ സമയത്ത് ഇത് ഷുഗർ എല്ലാം വലിച്ചെടുത്ത് നല്ല പഫി ആയിട്ട് വരും. ഇത് 2.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഗുലാബ് ജാമുൻ നന്നായിട്ട് പഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുണ്ട്.